ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഒടുവിൽ നമ്മൾ പ്രതീക്ഷിച്ച കാര്യം തന്നെ സംഭവിച്ചിരിക്കുകയാണ്. നമ്മൾ 2-3 ദിവസമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ നമ്മളിത് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ബിജുചേട്ടൻ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഇറാന്റെ അറ്റകൈ പ്രയോഗമായിട്ടാണ് ഇത് പറയുന്നത്. കാരണം ഇറാന് ഇനി യാതൊരുവിധ നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ ഇറാൻ ലോകരാജ്യങ്ങളെ മുഴുവൻ പ്രതിസന്ധിയിലാക്കാനായി ഇങ്ങനെ ഒരു സംഭവം ചെയ്യുകയുള്ളൂ എന്നാണ് പറയുന്നത്. ആ സംഭവം ഇപ്പോൾ നടന്നിരിക്കുകയാണ്. ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലാവില്ല എന്താ സംഭവം എന്ന് അവർ ആലോചിക്കുകയായിരിക്കും. ഈ സംഭവം ഹോർമസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. കാരണം ഈ ലോകത്തിന്റെ എണ്ണ വ്യാപാരത്തിന്റെ ഒരു ഭൂരിഭാഗവും നടക്കുന്നത് ഈ ഹോർമസ് കടലിടുക്ക് വഴിയാണ്. ഈ ഹോർമസ് കടലിടുക്കിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ലോകരാജ്യങ്ങളുടെ ട്രേഡിങ്ങിനെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. ഈ ഹോർമസ് കടലിടുക്ക് ഇറാന് ശക്തമായിട്ട് അവർക്കൊരു അപ്പർ ഹാൻഡ് ഉള്ള ഒരു മേഖല കൂടെയാണ്. അപ്പോൾ ആ കടലിടുക്കിന് എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ലോകരാജ്യങ്ങളെ മുഴുവൻ അസ്വസ്ഥതപ്പെടുത്തുന്നതിന് തുല്യമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയെ അസ്വസ്ഥതപ്പെടുത്തുന്നതിന് തുല്യമാണ്. അവിടെ ഇപ്പോൾ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ഒരു 3 കപ്പലുകൾ അവിടെ തീ പിടിച്ചിട്ടുണ്ട് എന്നിപ്പോ റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. പ്രധാനമായിട്ടും നാസ ഇത് പറയുന്നുണ്ട്. നാസ പറയുന്നത് ഈ ഹോർമസ് കടലിടുക്കിൽ വലിയ ഒരു ഫയറിന്റെ ഒരു സാന്നിധ്യം ഇപ്പോൾ കാണുന്നുണ്ട്. പോരാത്തതിന് ഈ നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഒരു മാധ്യമമുണ്ട്. ആ മാധ്യമം കൃത്യമായിട്ട് അവർ പറയുന്നത് ഈ ഹോർമസ് കടലിടുക്കിന്റെ അവിടെ ഒരു കപ്പൽ തീ പിടിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. ആംബ്രി എന്നാണ് മാധ്യമം പറയുന്നത്. സമുദ്ര അപകട സാധ്യതാ മാനേജ്മെന്റ് കമ്പനിയാണ് ഈ ആംബ്രി എന്ന് പറയുന്നത്. ആംബ്രി പറയുന്നത് അവിടെ ഒരു കപ്പലിന് തീ പിടിച്ചിട്ടുണ്ട്. ഇത് വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് കൃത്യമായിട്ട് ആംബ്രി പറയുന്നുണ്ട്. എങ്ങനെയാണ് തീ പിടിച്ചത് എന്ന് ഇപ്പോ പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് തീ പിടിച്ചത് എന്ന് ഇതിന് ആരാണ് ഉത്തരവാദി എന്ന് അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല. കാരണം ഇറാൻ ഇസ്രായേൽ സംഘർഷം നടക്കുകയാണ്. ഇറാൻ അപ്പർ ഹാൻഡ് ഉള്ള ഒരു മേഖലയാണ്. ഇസ്രായേൽ എന്തായാലും അവിടെ തീയിടാൻ സാധ്യതയില്ല. ഇറാന്റെ അറ്റകൈ പ്രയോഗമായിട്ട് ഇറാൻ തന്നെയാണ് അവിടെ തീയിടാനായിട്ടുള്ള സാഹചര്യം ഉള്ളത് എന്നാണ് സകല അന്താരാഷ്ട്ര മാധ്യമങ്ങളും പറയുന്നത്. അപ്പൊ ഇതൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് ലോകരാജ്യങ്ങൾക്കിടയിൽ വരുത്താനുള്ള ഒരു സംഭവ വികാസമാണ്. സമാനമായ രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇറാൻ ആണവ കരാറിൽ നിന്ന് പിന്മാറിയ വിഷയവും ഒരു ഹ്യൂജ് ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു വിഷയമായിരുന്നു. നമ്മളാണ് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചർച്ച ചെയ്തത്. പല മാധ്യമങ്ങൾക്കും അത് കത്തിയിട്ട് പോലുമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇസ്രായേലും ഇറാനും അടി നടക്കുന്നു. ഈ ഒരു സുപ്രഭാതമായപ്പം ഇന്നലെ അതിഭീകരമായിട്ടുള്ള ആകാശ യുദ്ധമൊക്കെ ആയിരുന്നു. ഒരു സുപ്രഭാതമായപ്പോൾ അവര് ഫൈറ്റ് വളരെ ഫെറോഷ്യസ് ആയിട്ട് അവര് ഫൈറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അവര് വിചാരിക്കുന്നത് ഇത് അടിയുടെ തുടർച്ചയായിരിക്കും എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ആണവ കരാറിൽ നിന്ന് ഇറാൻ പിന്മാറിയതോടുകൂടി പോരാത്തതിന് നമ്മുടെ G20 രാജ്യങ്ങൾ അടക്കം പറഞ്ഞിട്ടുണ്ടല്ലോ ഇറാൻ അങ്ങനെ പിന്മാറാൻ പറ്റില്ല, ഇറാൻ അങ്ങനെ ആണവ ആയുധം അങ്ങനെ നിർമ്മിക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഇറാൻ ഇല്ലാന്ന് ലോകരാജ്യങ്ങളിൽ തന്നെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഇറാൻ ഇപ്പോൾ വെടിനിർത്തൽ വേണമെന്ന് പറഞ്ഞു. കാരണം ഇസ്രായേൽ ഇറാന്റെ നട്ടൽ ഒടിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ മീഡിയ വണ്ണൊക്കെ പറയുന്നുണ്ട് നെതന്യാഹു ഒളിച്ചോടിയെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഇറാന്റെ നട്ടൽ ഇറാന്റെ എയർബേസ് തകർത്തു, അവരുടെ ആണവ കേന്ദ്രങ്ങൾ സകലതും തകർത്തു, ആണവ ചോർച്ച അവർ നേരിടുകയാണ്, എണ്ണപ്പാടങ്ങൾ അവരുടെ സകലതും തകർത്തു. ഇനി ഖമനേയിയെ മാത്രം തട്ടിക്കളഞ്ഞാൽ മതി ഇറാൻ സ്വതന്ത്രമാകാന്നുള്ള രീതിയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ആ ഇറാനെ സ്വതന്ത്രമാക്കിയിട്ട് ഇനി പാകിസ്ഥാനെ അടിക്കാനാണ് ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പാകിസ്ഥാൻ അതിൽ ഭയന്ന് വിറച്ചുകൊണ്ട് ഇപ്പോൾ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്, ഞങ്ങൾ ഇറാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഇതിൽ ഞങ്ങളെ ദൈവീയത് വലിച്ചടക്കില്ലെന്ന് പാകിസ്ഥാൻ വളരെ ശക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇറാൻ പറഞ്ഞത് ഞങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ നിങ്ങളുടെ മേൽ അണുബോംബ് പ്രയോഗിക്കും എന്നുള്ളതാണ്. ഇത് കാണുമ്പോൾ എനിക്ക് മറ്റേ 2 കൺട്രീസിൽ ഒരു സീനാണ് ഓർമ്മ വരുന്നത്. മറ്റേ ബാറിൽ പോയിട്ട് ഒരു അലമ്പ് ദിലീപ് ഉണ്ടാക്കിയിട്ട് ദിലീപിനെ അടിക്കാൻ വരുമ്പോൾ മറ്റേ മുകേഷിനെ പിടിച്ച് ഫ്രണ്ടിൽ നിർത്തിയിട്ട് ഹി വിൽ ബീറ്റ് യു, ഹി ഈസ് ദ ബെസ്റ്റ് ബോക്സർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് പോലെയാണോ? എടാ ചെറുക്കൻ നീ അനാവശ്യം ഒന്നും പറയരുത്, ഞാൻ ബെസ്റ്റ് ബോക്സർ ഒന്നുമല്ല എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ. എന്തായാലും ഈ സംഭവ വികാസം, ഈ ഹോർമിസ് കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവ വികാസം എങ്ങനെയാണ് ലോകരാജ്യങ്ങളെ ബാധിക്കാൻ പോകുന്നത് ബിജുചേട്ടാ? നമ്മളിപ്പോ രാവിലെ കണ്ട വാർത്ത, ഒമാൻ കടലിടുക്കിന് സമീപം UAE സമുദ്രാതിർത്തിക്ക് ഉള്ള ഖോർ ഫക്കൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, ഈ ഹോർമിസ് കടലിടുക്കാണ് ഈ പറയുന്ന ഖോർ ഫക്കൻ. അതായത് UAE സമുദ്രാതിർത്തിയും ഒമാന്റെ കടലിടുക്കും കൂടെ ചേരുന്ന ഒരു പ്രദേശം. എന്നാൽ അത് ഈ ഹോർമിസ് കടലിടുക്കാണ്. അവിടെയാണ് 3 ഷിപ്പുകൾക്ക് ഈ തീപിടിച്ചതായിട്ട് ഇപ്പോൾ വാർത്ത വന്നിരിക്കുന്നത്. ഇപ്പോൾ അതിനകത്തൊരു ഷിപ്പ് കത്തി എന്നുള്ള സ്ഥിരീകരണം ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി 2 കാര്യമേ ഉള്ളൂ. ഇത് ഈ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് ഈ യുദ്ധത്തിൽ ഇറാന് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഇടമാണ് ഈ ഹോർമിസ് കടലെടുക്കുക. അതായത് ഈ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇറാൻ അറ്റകൈയായിട്ട് അങ്ങനെ ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. കാരണം നമ്മുടെ ലോകത്തിന്റെ എണ്ണ വ്യാപാരത്തിന്റെ 20% നടക്കുന്നത് ഈ കടലെടുക്ക് വഴിയാണ്.
20% എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ വെറും 20% ഉള്ളൂ എന്ന് വരുന്നു. പക്ഷെ അങ്ങനെയല്ല, ലോകത്തിന്റെ എന്നാണ് പറഞ്ഞത്. ഇപ്പൊ റഷ്യയുടെ എണ്ണ വാങ്ങുന്നുണ്ട്, നൈജീരിയ എണ്ണ വാങ്ങുന്നുണ്ട്, ദക്ഷിണാഫ്രിക്ക എണ്ണ കച്ചവടമുണ്ട് അവർക്ക്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ കച്ചവടമുണ്ട്, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുണ്ട്. അപ്പൊ അതിന്റെ 20% നടക്കുന്നത് ഈ കടലെടുക്കൽ വഴിയാണ്. കൃത്യമായി പറഞ്ഞാല് ഇറാഖ്, ഇറാന്, സൗദി അറേബ്യ, ഒമാൻ, ബഹ്റിൻ, UAE തുടങ്ങിയ രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മളടക്കം എണ്ണ വാങ്ങുന്നതാണ്. ഇത്രയും രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ മാത്രമല്ല, ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഇവരുടെ തന്നെയാണ് എണ്ണ വാങ്ങുന്നത് കൂടുതലും. അതായത് ബാക്കിയുള്ളത് ഇപ്പം നമ്മളിപ്പോൾ റഷ്യയുടെ നിന്ന് വാങ്ങുന്നുണ്ട്, നമ്മൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ എടുക്കുന്നുണ്ട്, അപ്പം ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇത് കൂടാതെ നമ്മൾ ഏറ്റവും കൂടുതൽ എണ്ണയ്ക്കായിട്ട് ആശ്രയിക്കുന്നത് ഇവിടെയാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മുൻപ് നമ്മളൊരു വലിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരുന്നത്. UAE-യുമായിട്ട് നേരിട്ടൊരു പൈപ്പ് ലൈൻ, അതായത് ഈ നാച്ചുറൽ ഗ്യാസ് അടക്കം ഉള്ളവ, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് അടക്കം കൊണ്ടുവരാനുള്ള ഒരു പൈപ്പ് ലൈൻ പദ്ധതി നമ്മൾ തുടങ്ങി വെച്ചിരുന്നു. ഒപ്പം തന്നെ ഇറാനുമായിട്ട് നമ്മളൊരു പദ്ധതി തുടങ്ങി വെച്ചിരുന്നു. അത് പാകിസ്ഥാന്റെ തൊടാതെ തന്നെ എത്തുക എന്നുള്ളതാണ്. അപ്പൊ ഈ കടലെടുക്കാണ് ഇനി മറ്റൊരു പ്രാധാന്യം കൂടുതലുണ്ട്. നമ്മൾ G20 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഒരു വലിയൊരു റൂട്ട് ഉണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ആരംഭിച്ചിട്ട് മിഡിൽ ഈസ്റ്റ് വഴി യൂറോപ്പിലേക്ക് എത്തുന്ന ഒരു റൂട്ടുണ്ട്. അത് ഗ്രീസിലേക്കാണ് എത്തുന്നത്. അപ്പൊ ഗ്രീസ് ടു ഇസ്രായേൽ, ഇസ്രായേൽ ടു സൗദി, സൗദി ടു UAE കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് ഈ പറയുന്ന ഹോർമുസ് കടലിടുക്കിലാണ്. അവിടെ നിന്നാണ് ഇത് പിന്നെ ഗുജറാത്ത്, ഇപ്പൊ ട്രേഡിംഗ് ഓൾറെഡി ഉണ്ട് അവിടെ. അതൊരു വലിയ ട്രേഡിംഗ് ആയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് പിന്നെ ഈ ഹോർമുസ് കടലിടുക്കിൽ ഈ ചരക്കുകൾ പിന്നെ നേരെ എത്തുന്ന ഗുജറാത്ത് പോർട്ടിലേക്കും മുംബൈ പോർട്ടിലേക്കുമാണ് ഇത് എത്തുന്നത്, യൂറോപ്യൻ കൺട്രീസിൽ നിന്നുള്ള പല രാജ്യങ്ങളുടെ ട്രേഡിംഗ്. അപ്പൊ എന്തുകൊണ്ടും പ്രാധാന്യമുള്ള ഒരു ഇതാണ്. മുമ്പ് നമുക്കറിയാം ഈ യമനില് ചെങ്കടലിൽ കൂടെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് മുമ്പ് നടന്നുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ അത്തരം ട്രേഡിംഗ് അതുവഴി വലുതായിട്ട് നടക്കുന്നില്ല. അതിന് കാരണം ഈ ഹൂത്തീസ് മാത്രമല്ല, ഈ സൊമാലിയിൽ നിന്നുള്ള കൊള്ളക്കാരുൾപ്പെടെ അവിടെ ഈ ഷിപ്പുകൾ പിടിച്ചെടുക്കുക, അത് കൊള്ളയടിക്കുക, അങ്ങനെയൊക്കെ ചെയ്തു. നമ്മുടെ ഇന്ത്യ തന്നെ ഒരു ദൗത്യ സംഘത്തെ പ്രത്യേകം നിയോഗിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാ രാജ്യങ്ങളും നിയോഗിച്ചിട്ടുണ്ട്, കാരണം ഈ കപ്പലുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ. അപ്പോൾ ഹൂത്തികൾ മുമ്പ് ഇത് യമന്റെ ഒരു കടലെടുക്ക് മുമ്പ് ബ്ലോക്ക് ചെയ്തിരുന്നത് മാത്രമല്ല, ഹൂത്തികൾ ഈ ശല്യപ്പെടുത്തുന്നതും അവരുടെ കടലെടുക്ക് വഴിയാണ്. പക്ഷെ അത്ര ഒരു പ്രാധാന്യം അതിനില്ല. പക്ഷെ ഇതിങ്ങനെയല്ല. ഇറാന്റെ എന്ന് പറഞ്ഞാൽ അതുപോലെ അല്ല. മറ്റേത് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പണായിട്ട് കിടക്കുന്ന ഒരു കടലെടുക്കാണ്, ട്രേഡിങ് നമുക്ക് നടന്നു പോകാൻ പറ്റും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒറ്റ വഴിയേ ഉള്ളൂ. ഇതിന്റെ എന്താ ഞാൻ പറയുന്നത്, കയറാനും ഇറങ്ങാനും ഒരു വഴി എന്ന് പറയുമ്പോൾ അതിപ്പോ ഇവിടെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രയാസകരമല്ല, പറ്റില്ല. ഇതാണ് അതിന്റെ ഒരു സ്ഥിതിവിശേഷം ഇവിടെ. ഇപ്പൊ ഏതായാലും അത് തീ പിടിപ്പിച്ചതാണ് എന്നുള്ള കാര്യം ഏവർക്കും അറിയാം. അത് ഇനി എന്ത് തരത്തിലുള്ള ആക്രമണമാണ്, ഇനി മറ്റേ എന്തെങ്കിലും ഈ കെമിക്കൽസ് വെച്ചിട്ടുള്ള ഒരു അറ്റാക്ക് ആണോ നടത്തിയിരിക്കുന്നത്? ഷിപ്പുകൾക്കൊക്കെ തീ പിടിക്കാൻ എളുപ്പമാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഷിപ്പിംഗ് റൂട്ടുകളിൽ കൂടെ കൂടുതൽ പോകുന്ന പലരും സ്വകാര്യ കമ്പനികളുടെ കപ്പലുകളും മറ്റുമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആക്സിഡന്റുകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയും പിന്നെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് മുതിരില്ല. പിന്നെ ഒരു രാജ്യവും റിസ്ക് എടുത്ത് അങ്ങോട്ടേക്ക് പോകില്ല, കാരണം ഇങ്ങനെ ഒരു പ്രശ്നം. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായ ഒരു പ്രശ്നമുണ്ട്. ഈ എണ്ണക്കപ്പലുകൾക്ക് മറ്റുമാണ് തീ പിടിച്ചതെങ്കിൽ അത് കുറെ നാളത്തേക്ക് നീണ്ടു നിൽക്കുന്നതാണ്. വലിയ പ്രതിസന്ധി തന്നെ സൃഷ്ടിക്കുന്ന ഒരു വലിയ നീക്കം തന്നെയെന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പൊ ഇറാൻ ഇത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഒരു പക്ഷെ ഇന്നലെയൊക്കെ ഒരു വെടിനിർത്തലിലേക്ക് പോയിരുന്നെങ്കിൽ ഇറാൻ ഇങ്ങനെ ഒരു അറ്റകൈയിലേക്ക് നീങ്ങുമായിരുന്നു എന്നൊരു സംശയം കൂടിയുണ്ട്. കാരണം ഇത് ഇറാനിന്റെ ഒരു വലിയ അപ്രമാദിത്യമുള്ള ഏരിയയിൽ കിടക്കുന്നതാണ്. മറ്റേ യമനിന്റെ കടലെടുക്ക് പോലെ അല്ല ഇത്. കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ധനുഷ് തന്നെ പറഞ്ഞു, അവരുടെ വാർഷിപ്പുകളൊക്കെ ഇപ്പോൾ മെഡിറ്ററേനിയനിലേക്ക് നീങ്ങി തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ചെങ്കടലിൽ അവർക്ക് ഓൾറെഡി വാർഷിപ്പുകളൊക്കെ ഉണ്ട്. അത് ഇതും കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അവർ ഇറക്കുന്നത്. അല്ലാതെ ഇറാനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതല്ല, ഈ ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഇറാനിൽ നിന്ന് മാത്രമല്ല എണ്ണ വരുന്നത്, ഇത് ചൈനയെ വളരെയധികം ബാധിക്കുന്ന ഒരു സാധനമാണ്. കാരണം ഇതിനകത്തൊരു രസകരമായ കാര്യം, ഇവിടെ നമുക്കും ചൈനയ്ക്കും ഒക്കെ പിന്നെ ഒരു റൂട്ട് ഏതാ തുറന്നു കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇല്ലെങ്കിൽ ഇറാൻ പാകിസ്ഥാൻ ബോർഡർ ഉണ്ട്. അതുവഴി കടത്തി നമുക്ക് എന്തായാലും കൊണ്ടുവരാൻ പറ്റില്ല, മറ്റേതും പറ്റില്ല. ഇതിപ്പോ ചൈനയ്ക്ക് സംബന്ധിച്ചാലും ഇന്ത്യക്ക് സംബന്ധിച്ചാലും ഇവിടെ പൈപ്പ് ലൈൻ ഇല്ല. അതുകൊണ്ടാണ് ഈ ലോകരാജ്യങ്ങൾ പലപ്പോഴും ഇത്തരം രാജ്യങ്ങളുമായിട്ട് പൈപ്പ് ലൈൻ സപ്ലൈക്ക് വേണ്ടിയിട്ട് ഒരു ചർച്ചകളും മറ്റും നടത്തുന്ന, അതിന്റെ പണികളും മറ്റുമൊക്കെ നടത്തുന്നതിന്റെ പ്രധാന കാരണം തന്നെ ഇത് ഭാവിയിൽ ഒന്ന് എക്സ്പെൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. കാരണം ഷിപ്പിംഗ്, ഇപ്പൊ ലോകത്തെ ഏറ്റവും കൂടുതൽ ചരക്ക് ഗതാഗതം നടക്കുന്നത് കടൽ മാർഗം തന്നെയാണ്. 80% ചരക്കും കടൽ മാർഗം തന്നെയാണ് നടക്കുന്നത്. അപ്പം അതിന്റെ ഒരു ചെലവ് കുറയ്ക്കുക, പിന്നെ കാലതാമസം ഒഴിവാക്കുക, അതൊക്കെ കൊണ്ടാണ് എല്ലാവരും പൈപ്പ് ലൈനിലേക്ക് പോകുന്നത്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ വരുമ്പോഴത്തേനും പൈപ്പ് ലൈൻ ആണെങ്കിൽ, പക്ഷെ പൈപ്പ് ലൈനും ദുരന്തമാണ്. കാരണം നാളെ വേണമെങ്കിൽ അതും തകർക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ നമ്മൾ പറയുന്നത് തകർക്കാൻ പറ്റാത്ത പൈപ്പ് ലൈനുകളാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത് ചിലപ്പോൾ അതിന് ടെക്നോളജികളെ കണ്ടുപിടിച്ചിരിക്കുക. അപ്പൊ ഈ ഇറാൻ അങ്ങനെ പോകുമ്പോഴേക്കും ഇറാനിന് കുറെ ലക്ഷ്യങ്ങളുണ്ട്.
അതിലൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക രാജ്യങ്ങളെ ഇതിലേക്ക് വലിച്ചെടുക്കാം. അപ്പൊ ലോക രാജ്യങ്ങൾ വഴി ഒരു സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഒരു വെടിനിർത്തലിലേക്ക് പോവുക. ഇന്നലെ നമ്മൾ വലിയടത്ത് ചർച്ച ചെയ്തൊരു സംഭവമായിരുന്നു, അവർ ആണവ കരാറിൽ നിന്ന് പിന്മാറി. ഇപ്പോൾ ഞാനതിനെ കാണുന്നത്, ഈ ആണവ കരാറിൽ നിന്ന് പിന്മാറിയിട്ട് അവസാനം ഈ ട്രംപ് ഇപ്പോൾ വലിയ പ്രഷറാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. ട്രംപ് പറയുന്നത് ടെഹ്റാനിൽ നിന്ന് ആൾക്കാർ ഒഴിഞ്ഞു പോകണം, ഇനി ഒറ്റ കണ്ടീഷനേ ഉള്ളൂ യുദ്ധം അവസാനിക്കാൻ, നിങ്ങളിത് ഒപ്പിടാമെങ്കിൽ അപ്പം തീർക്കാം യുദ്ധം, ഇല്ലെങ്കിൽ നിങ്ങൾ വലിയ പണി മേടിക്കുന്നു പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു അടി മുൻപോട്ടാണ് ഇറാൻ വെച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഒരു മുഴം മുമ്പേ എറിയുന്നൊരു പരിപാടി. അതായത് ഞങ്ങൾ ആണവ കരാറിൽ നിന്ന് പിന്മാറുകയാണെന്ന് പറയുന്നു, അവരുടെ പാർലമെന്റ് അത് പാസ്സാക്കുന്നു, അതിനുശേഷം പ്രഷർ വരുമ്പോൾ അവസാനം ഇറാൻ പറയുന്നത് ശരി നിങ്ങളെല്ലാം കൂടെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒപ്പിടാം എന്ന് പറയുന്നു. ഒപ്പിടാമെന്ന് പറയണമെങ്കിൽ ഇറാൻ ഒരു അപ്രമാദിത്യം ആദ്യം നേടണം. അത് നേടുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം ഒരുപക്ഷെ ആണവ കരാറിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നു ഞാനതിൽ ഒപ്പിടില്ല എന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും കൂടെ എൻ്റെ അടുത്ത് പറയും ഒപ്പിടും എന്ന് പറയും, അല്ലേ? നേരെ മറിച്ച് ഞാനിതിലതൊരു അഴകുഴമ്പ് സ്വീകരിക്കുകയാണെങ്കിൽ പിന്നെ ഫോർമുലകൾ വേറെ ഒന്നുമില്ല. അപ്പൊ ഞാൻ ഇതിന് പിന്മാറുന്നു എന്ന് പറയുന്നത്. അവസാനം കോംപ്രമൈസ് വരുമ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒപ്പിട്ടേ പറ്റൂ എന്ന് പറയുമ്പോൾ ശരി നിങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ ഒപ്പിടാം എന്നൊരു രീതിയിലേക്കാണ്. ഞാൻ 2015 ഇത് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു നിലയിലേക്ക് പോകുന്നു. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ അറബ് കൺട്രീസ്, പ്രത്യേകിച്ച് ഒമാനും ഖത്തറയും സൗദിയും ഒക്കെ ഇറാൻ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇത് എങ്ങനെയെങ്കിലും ഒരു കോംപ്രമൈസിലേക്ക് പോവുക എന്നുള്ളത്. പക്ഷെ ഇവിടെ ഒരു പ്രധാന പ്രശ്നം, ഇപ്പം ഇവിടെ ഒരു വെടിനിർത്തലിലേക്ക് പോയി കഴിഞ്ഞാൽ ട്രംപിന്റെ പദ്ധതി നടക്കില്ല, ഇസ്രായേലിന്റെ പദ്ധതി ഒന്നും നടക്കില്ല. കാരണം ഇതൊരു പകുതിക്ക് വഴി വെച്ചിട്ട് നിർത്തിപ്പോകുന്ന ഒരു രീതിയായിരിക്കണം. ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ ഇപ്പോൾ ഒരു അടി നടത്തിരുന്നു, അതൊരു 4 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. അത് ആ അടിയും ഈ അടിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് നമ്മളവിടുത്തെ ഭീകരവാദ ക്യാമ്പുകൾ തകർക്കുക എന്നുള്ളതായിരുന്നു. അല്ലാതെ നമുക്ക് പാകിസ്ഥാനിലെ ആണവ കേന്ദ്രങ്ങൾ തകർക്കണമെന്നോ അല്ലെങ്കിൽ അവരുടെ ആയുധബലം കുറയ്ക്കണമെന്നോ ഒന്നും നമുക്ക് ആഗ്രഹമില്ലായിരുന്നു. അപ്പം ഇതും അതും നമ്മൾ അത് തന്നെയല്ല നമ്മളത് തുടരുമെന്നും പറഞ്ഞു. ഇപ്പൊ ഇസ്രായേൽ ഇപ്പൊ വെടിനിർത്തലാണ് എങ്കിൽ പോലും അത് തുടരും, അത് പൂർണ്ണമായി അത് സ്റ്റോപ്പ് ആകില്ല. അത് തൽക്കാലത്തേക്കുള്ള വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും അത് തൽക്കാലത്തേക്കുള്ള അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ്. ഇപ്പോൾ സംഭവിക്കുന്നത് പറഞ്ഞാൽ മാക്സിമം അടിക്കുക. അതാണ് ഈ ഇസ്രായേൽ ഇടതടവില്ലാതെ അടിക്കുന്നതിന്റെ കാര്യം അതാണ്. കാരണം ഇനി സമയം കിട്ടിയെന്ന് വരില്ല, എല്ലാവരും കൂടെ ഒക്കെ ഇടപെട്ട് ഇതിനകത്തൊരു കോംപ്രമൈസിലേക്ക് പോവുകയാണെങ്കിൽ സമയം കിട്ടില്ല. അപ്പൊ അതിനു മുമ്പ് മാക്സിമം തീർക്കുക. അപ്പൊ ഇന്നലെ ഇസ്രായേൽ മുമ്പോട്ട് വെച്ചൊരു ഫോർമുല ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അവരതുകൊണ്ട് തൃപ്തരാകുമായിരിക്കാം. ഖമേനിയെ വധിച്ചു കഴിഞ്ഞാൽ യുദ്ധം ഞങ്ങൾ അവസാനിപ്പിക്കാമെന്ന് ഇസ്രായേൽ പറയുമ്പോൾ അവരെ സംബന്ധിച്ച് അവരിപ്പോൾ തന്നെ അവർ ലക്ഷ്യം നേടിയെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ എല്ലാം തന്നെ അവർക്ക് തകർക്കാൻ കഴിഞ്ഞു, അവരുടെ മിസൈൽ ശേഖരത്തിന് 3 തകർക്കാൻ കഴിഞ്ഞു എന്നൊക്കെയാണ് ഇസ്രായേൽ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഖമേനിയെ തീർക്കുക എന്നുള്ളതാണ്. കാരണം ഖമേനി പോകുന്നതോട് കൂടി തന്നെ ആ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് ഇറാൻ എത്തും ഒരുപക്ഷെ ഇസ്രായേലുമായിട്ട്. കാരണം ഇസ്രായേൽ ആയിരുന്നു ഇറാന്റെ കയ്യിൽ നിന്ന് അവരുടെ 44% ഓയിൽ വാങ്ങിക്കൊണ്ടിരുന്ന ഒരു രാജ്യം. അപ്പൊ നല്ല സൗഹൃദത്തിൽ പോയിരുന്ന ഒരു രാജ്യം 78 കൂടിയിട്ട് വരുന്ന ഈ ഒരു വിപ്ലവം, ഇസ്ലാമിക് വിപ്ലവം, ഖമേനി എത്തുന്നു, പിന്നെ അതൊരു മതരാഷ്ട്രമായി മാറുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ബന്ധങ്ങൾ മുഴുവൻ വഷളാകുന്നത്. അപ്പൊ ആ ഒരു ബന്ധത്തിലേക്ക് എത്താൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചാലും പിന്നെ അമേരിക്കയെ സംബന്ധിച്ചായാലും അങ്ങനെ ഒരു രാജ്യമാണ് സേഫായിട്ട് അവർക്കുള്ളത്. കാരണം അമേരിക്ക ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല മിഡിൽ ഈസ്റ്റിൽ ഒരു ആണവ രാജ്യം ഉയർന്നു വരാനായിട്ട്. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ തലവേദന ആകും എന്ന് മാത്രമല്ല ഈ രാജ്യം ഒരു അപ്പർ ഹാൻഡ് അവിടെ നേടുകയും ചെയ്യും. പ്രത്യേകിച്ച് അമേരിക്ക ഡയറക്റ്റ് ആയിട്ട് ഇറാനുമായിട്ട് ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. കാരണം ട്രംപിന്റെ ഒരു സന്ദേശം വലിയ രീതിയിലുള്ള ഒരു പ്രസ്താവന വലിയ രീതിയിലുള്ള സംശയം ജനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും നമ്മുടെ മാധ്യമങ്ങളടക്കം പറഞ്ഞിരുന്നു. അത് G7 ഉച്ചകോടിയിൽ നിന്ന് ട്രംപ് ഇറങ്ങിപ്പോയതിനു ശേഷമുള്ള ട്രംപിന്റെ പ്രസ്താവനയാണ് ഇത് പറയുന്നത്. ട്രംപ് പറയുന്നത് publicity seeking President Emmanuel Macron of France mistakenly said that I left the G7 summit in Canada to go back to DC to work on a ceasefire between Israel and Iran. Wrong. He has no idea why I am now on my way to Washington. But it certainly has nothing to do with a ceasefire, much bigger than that. Whether purposely or not, Emmanuel always gets it wrong. Stay tuned എന്നാണ് പറയുന്നത്. അതായത് വെടിനിർത്തലിന് വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ തിരിച്ചെത്തിയത്, വെടിനിർത്തൽ ഉണ്ടാകാനും പോകുന്നില്ല, ഇതിലും വലിയൊരു ഭീകരമായിട്ടുള്ള ഒരു സംഘർഷം അവിടെ രൂപാന്തരപ്പെടുവാൻ പോവുകയാണ്. സ്റ്റേ ട്യൂൺഡ് എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് നമ്മൾ ഇന്നലെ ഒരു വാർത്ത പുറത്തു വിട്ടല്ലോ, അതായത് അമേരിക്കയുടെ നിമിറ്റ്സ് എന്ന് പറയുന്ന ആണവായുധം ക്യാരി ചെയ്യുന്ന അവിടെ എത്തിയ ഒരു സാഹചര്യത്തിൽ എന്താകും അവസ്ഥ എന്നുള്ളതാണ് ഇപ്പോൾ ലോക രാജ്യങ്ങൾ സംശയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ യുദ്ധ സാഹചര്യം വഷളാകുമെന്നാണ് പല ആൾക്കാരും പറയുന്നത് ട്രംപിന്റെ ഈ പ്രസ്താവനയോടുകൂടി. പക്ഷേ ആ ഒരു സാഹചര്യത്തിനാണ് ഹോർമസ് കടലിടുക്കിന് ഇവർ പോയി തീയിട്ടത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? അതെ, ഹോർമസ് കടലിടുക്ക് തീയിടുന്നത് വെച്ചാല് ഇറാന്റെ മറ്റൊരു തന്ത്രമാണത്. അതായത് മറ്റ് രാജ്യങ്ങളെ കൂടെ ഇപ്പൊ സ്വാഭാവികമായി തന്നെ ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും.
ചൈനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, മറ്റു രാജ്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം നമ്മുടെ ഒരു ട്രേഡിംഗ് റൂട്ട് നമുക്കിപ്പം ഇറാനിൽ നിന്നും മാത്രമല്ല, നമ്മൾ ഇറാഖിൽ നിന്ന് തന്നെ വാങ്ങുന്നുണ്ട്, സൗദിയിൽ നിന്ന് വാങ്ങുന്നുണ്ട്, യു എയിൽ നിന്ന് ഉം. വാങ്ങുന്നുണ്ട്, ബഹ്റിനിൽ നിന്ന് വാങ്ങുന്നുണ്ട്, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ നമ്മൾ വാങ്ങുന്നുണ്ട്. അതൊക്കെ ഇതുവഴിയാണ് വരുന്നത്. അപ്പൊ എന്ത് പറ്റും? ഇത് നമ്മൾ മാത്രമല്ല, പല യൂറോപ്യൻ കൺട്രീസ് അടക്കം അവിടുന്ന് വാങ്ങുന്നുണ്ട്. അപ്പം അമേരിക്ക അടക്കം അവിടുന്ന് തന്നെയാണ് എന്നെ കൊണ്ടുപോകുന്നതും. അപ്പൊ എന്ത് ഉം. പറ്റും? എല്ലാവർക്കും കൂടി ഒരു പ്രഷർ കൊടുക്കുകയാണ്. അതെ, എല്ലാവരും കൂടെ ഇടപെടാനുള്ള ഒരു ചാൻസ് ഞങ്ങൾ തരുന്നു, എല്ലാവരും കൂടെ ഇടപെട്ടോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വയറ്റത്തടിക്കുന്ന കാര്യമായിട്ട് എല്ലാവരും കൂടെ പതുക്കെ ഇറങ്ങാം, രംഗത്തിറങ്ങാം സാധ്യതയുണ്ട്. കാരണം നമുക്ക് ഇതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമല്ലോ എന്ന് കാണുമ്പോൾ നമ്മളെല്ലാം കൂടെ ഇറങ്ങിയിട്ട് പറയും പതുക്കെ നമുക്ക് ഇത് നിർത്താന്ന് പറയും. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ടായിരിക്കണം കഴിഞ്ഞ ദിവസം ഒരു പാർലമെന്റിൽ ഈ ആണവ നയത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രമേയമൊക്കെ കൊണ്ടുവരികയൊക്കെ ചെയ്തത്. അപ്പം ഇതൊരു കോംപ്രമൈസിലേക്ക് എത്താം. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ അമേരിക്കയുടെ കൺട്രോളിലല്ല അവർ വാർ നടത്തുന്നത്. ഇല്ലെങ്കിൽ അവർക്ക് ഇപ്പൊ ട്രംപിന്റെ ഒരു ഐഡിയയിലല്ല ബെഞ്ചമിൻ നെതന്യാഹു പോകുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിന് കൃത്യമായി തന്നെ ഒരു പ്ലാൻ ഉണ്ട്. അത് ഈ ഇറാന്റെ ഒരു ആണവ ശക്തിയെ വളരെ പിന്നോട്ടടിക്കുക. ഇനി അവരൊരു കുറഞ്ഞത് ഒരു 10-30 വർഷത്തേക്ക്, അല്ലെങ്കിൽ 25 വർഷത്തേക്കെങ്കിലും ഇനി ആണവ ഒരു ഇതിലേക്ക് അവർ കയറി വരാതിരിക്കാനുള്ള ഒരു അടി കൊടുത്തിട്ട് അവരെ മാക്സിമം ബാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ബാക്ക് ചെയ്യുക എന്നല്ല, മാക്സിമം താഴോട്ട് താഴ്ത്തുക എന്നുള്ളതാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. അതിനകത്ത് അവർ പ്രധാനമായി കാണുന്നത് ഖമേനിയാണ് അവർ അതിനകത്ത് ഒരു പ്രധാന വില്ലനായിട്ട് കാണുന്നത്. ഇന്നലെ ഒരു IDF, അതായത് ഇസ്രായേൽ സേന, ഒരു വീഡിയോ ഇറക്കിയിരുന്നു. അപ്പൊ അതിനകത്ത് അവരുടെ ഹെഡിങ് തന്നെ ആ, പിന്നെ വരുന്ന ആളുകൾ ഇത് നിങ്ങളെയും നിങ്ങൾക്കും തലവേദനയാകും, നിങ്ങളെയും ആക്രമിക്കും ഇറാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു കുറച്ച് രാജ്യങ്ങളുടെ വീഡിയോ ആണ് അവർ ഇറക്കിയിരിക്കുന്നത്. കുറച്ച് രാജ്യങ്ങളുടെ പേരും അതിന്റെ ജിയോഗ്രഫിക്കൽ ഇമ്പോർട്ടൻസ് ഒക്കെ വെച്ചിട്ട്, അത് ചൈനയുണ്ട്, റഷ്യ ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, അങ്ങനെ കുറെ രാജ്യങ്ങളുണ്ട്, അർമേനിയ ഉണ്ട്, കുറെ രാജ്യങ്ങളുണ്ട്. അതായത് ഇങ്ങനെയുള്ള ഈ രാജ്യം ഇവിടെ കിടക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാകില്ല ഭാവിയിൽ. ഞങ്ങൾ ഓൾറെഡി തന്നെ ശത്രുക്കളാണ്, ഞങ്ങൾ അവരുടെ ശത്രുക്കളാണ്, അത് ഞങ്ങൾക്ക് അറിയാം നന്നായിട്ട്, ഞങ്ങൾ അവരുടെ ഇറാന്റെ ശത്രുക്കളാണ്. പക്ഷെ നിങ്ങൾ ഓർത്തുകൊള്ളൂ, നിങ്ങൾക്കെതിരെയും ഇത്തരത്തിൽ ഇവിടെ ഉള്ള കരുനീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ വീഡിയോ പുറത്തിറക്കുകയുണ്ടായി. അപ്പം ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇറാൻ ചെയ്തിരിക്കുന്ന 2 കാര്യങ്ങളാണ്. അത് കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ബാക്ചെ അവരുടെ വിദേശകാര്യമന്ത്രിയാണ്, അദ്ദേഹം അമേരിക്കയുമായി ബന്ധപ്പെടാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നു. ഈ ട്രംപിന്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രംപ് ചിലപ്പോൾ അതിനകത്ത് താല്പര്യപ്പെടാനും സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ട്രംപിന്റെ ഒരൊറ്റ ഡിമാൻഡ് ഇത് മാത്രമേ ഉള്ളൂ, കരാറിൽ ഒപ്പുവെക്കുക എന്നുള്ളത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് മാത്രമല്ല, ഒരു വലിയ വാർത്ത കൂടെ ഇന്നലെ വന്നിരുന്നു. അതായത് റഷ്യയുടെ നിർദ്ദേശപ്രകാരം ഈ ന്യൂക്ലിയർ ആ ഒരു ഫോറം ഇന്നലെ അവർ മീറ്റിംഗ് കൂടിയിട്ട് ഇറാനിൽ ആണവവാതക ചോർച്ച ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ ഒരു ആണവ നിലയത്തിന് ചോർച്ച തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു വലിയ റിപ്പോർട്ടോട് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. പക്ഷെ അത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ പാരിസ്ഥിതിക പ്രശ്നമുണ്ട്. അങ്ങനെ കുറെ അധികം പ്രശ്നങ്ങളിലേക്ക് ഇതിനെ വലിച്ചടക്കപ്പെടും. നമ്മൾ മുമ്പും പറഞ്ഞിരുന്നു, അല്ലല്ല. ഈ അതെ. പറയൂ. ഇറാൻ ഇസ്രായേൽ വാർ നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായ അതിൽ എല്ലാ രാജ്യങ്ങളും പങ്കെടുക്കേണ്ടതായി വരും. അല്ലെങ്കിൽ ഒരു ഉം. പങ്കെടുക്കാതെ യുദ്ധത്തിൽ പങ്കെടുക്കാന്നല്ല ഞാൻ പറഞ്ഞത്, ഉം. ഭാഗമാകേണ്ടതായി വരും. കാരണം എല്ലാവരുടെയും ഒരു കച്ചവട കേന്ദ്രമാണ് ഈ മിഡിൽ ഈസ്റ്റ്. അപ്പൊ അതെ, അതെ. അവിടത്തേക്ക് ഒരു ഭാഗമായി മാറേണ്ട വരും. നമ്മളൊന്നും നേരിട്ടത് പങ്കെടുക്കുന്നവരല്ല എങ്കിൽ പോലും. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഒരു കൊനിഷ്ഠ ചോദ്യമാണ്. പക്ഷെ എന്റെ ഒരുപാട് ആൾക്കാർ ചോദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കിടന്ന് ചോദിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള മറുപടി കിട്ടുമല്ലോ. അതായത് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദ രാഷ്ട്രമാണ്. ടെററിസത്തെ എക്സ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രമാണ്. പാകിസ്ഥാന്റെ അത്രയും ഒരു എന്താ പറയുക, ഒരു ഒരു ഭീകരവാദം ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമല്ല ഇറാൻ. ഇറാനിൽ നിന്നും ഭീകരവാദികൾ ഇറങ്ങി വന്ന് വേറെ രാജ്യങ്ങളെ ആക്രമിച്ച വാർത്തകൾ നമ്മൾ കേട്ടില്ല. പക്ഷെ പാകിസ്ഥാനിൽ നിരന്തരം കേൾക്കുന്നതാണ്. ആ പാകിസ്ഥാന് പോലും ആണവായുധം ഉൽപ്പാദിപ്പിച്ച് അവരുടെ ആയുധപ്പുരകളിൽ സൂക്ഷിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഇറാൻ അത് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഇറാൻ എന്തുകൊണ്ട് അത് ചെയ്യിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഒരുപാട് ആൾക്കാർ ഉന്നയിക്കുന്നുണ്ട്. അതായത് പാകിസ്ഥാൻ ലോകം കണ്ട ഭീകര രാഷ്ട്രമാണ്. സൗത്ത് കൊറിയയ്ക്കുണ്ട്, അല്ല നോർത്ത് കൊറിയയ്ക്കുണ്ട് ഇത്. അയാള് ആർക്ക് നേരെ എപ്പോൾ ഇത് പ്രയോഗിക്കുമെന്ന് യാതൊരുവിധ ലൈസൻസും ഇല്ലാത്തൊരു മനുഷ്യനാണ്. പക്ഷെ ഇറാൻ, അവിടെ ആ രാജ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ട്രേഡ് നടത്തുന്ന രാജ്യമാണ്. എണ്ണ എല്ലാവർക്കും സപ്ലൈ ചെയ്യുന്ന രാജ്യമാണ്. ആ രാജ്യം പല ആൾക്കാരുമായിട്ട് സൗഹൃദമുള്ള രാജ്യമാണ്. ഈ ഇസ്രായേലുമായിട്ട് മാത്രമാണ് ഇറാൻ ഒരു പ്രശ്നമുള്ളത്. അപ്പോൾ ആ ഒരു രാജ്യത്തിന് എന്തുകൊണ്ട് ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാനായിട്ട് ഇതിലൊരു എന്താ പറയാ, ഒരു അനീതിയില്ലേ എന്ന് പല ആൾക്കാരും ചോദിക്കുന്നു. അതായത് രണ്ടും വ്യത്യാസമുണ്ട്. പാകിസ്ഥാനിലെ തീവ്രവാദികൾ രഹസ്യമായിട്ടാണ്, ഇറാൻ ഒഫീഷ്യലായിട്ട് തന്നെയാണ് തീവ്രവാദികളെ വളർത്തുന്നത്. അതായത് ശരി. ലെബനൻ പിടിച്ചെടുക്കാനായിട്ട് ഹിസ്ബുള്ള എന്ന് പറഞ്ഞൊരു സേനയെ തന്നെ, അത് അവർ സഖ്യകക്ഷി എന്നാണ് പറയുന്നെങ്കിൽ പോലും അവരുടെ പ്രോക്സിയാണ്. ഹൂത്തീസ് അവരുടെ ഒഫീഷ്യലി പാർട്ട്നേഴ്സാണ്. അത് ഇതൊക്കെ ഓരോ രാജ്യങ്ങളാണ് കിടക്കുന്നത്. ഈ സംഘടനകൾ ഉണ്ടാക്കുന്ന പൊല്ലാപ്പ് ചെറുതല്ല. അത് 2 കാര്യം. ഏറ്റവും ഒടുവിലായിട്ടുള്ള ഹമാസ്,
ഇറാഖിലും സിറിയയിലും കിടക്കുന്ന മിലീഷ്യസുകൾ, കുർദുകൾ, ഇവരെല്ലാം ഒഫീഷ്യലായി ഇറാൻ ബാക്ക് ചെയ്യുന്നതാണ്. സിറിയയിൽ ആരായിരുന്നു ഭരിച്ചത്? അസദ് സർക്കാർ ആരുടെ ആയിരുന്നു? ഇറാന്റെ ആയിരുന്നു. അപ്പൊ ഇറാൻ എല്ലായിടത്തും ഇത്തരത്തിലുള്ള നിഴൽ സംഘടനകളെ വളർത്തിയെടുത്തിട്ടുണ്ട്. നിഴൽ സംഘടനകളെ വളർത്തിയെടുക്കുക എന്ന് പറയുമ്പോൾ അയത്തുള്ള ഖൊമേനി തന്നെ നേരിട്ട് നേതൃത്വം കൊടുക്കുന്ന നിഴൽ സംഘടനകളാണ്. നമുക്കറിയാം, ഇവിടെ വാർ നടന്നപ്പോൾ ഇറാനെതിരെ ഇസ്രായേലിൽ ഒരു അറ്റാക്ക് നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഹിസ്ബുള്ളയുടെ തലവനും ഹമാസിന്റെ തലവനും ഹൂത്തി തലവനും എല്ലാം കൂടെയാണ് ഇറാനിൽ എത്തുന്നത്, അവരുടെ സൈനിക കമാൻഡറുമായി ചർച്ച നടത്തുന്നത്. പാകിസ്ഥാൻ അങ്ങനെയല്ല, അവർ ഉൽപ്പാദിപ്പിച്ച് മറ്റുള്ളവർക്ക് കയറ്റിവിടുകയാണ് ചെയ്യുന്നത്. ഇവരങ്ങനെയല്ല, ബ്രാഞ്ച് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടും രണ്ടാണ്. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ജയ്ഷെ മുഹമ്മദ്, ലക്ഷറി തോയ്ബ, ഇതിന് ട്രെയിനിങ് ക്യാമ്പൊക്കെ കൊടുത്ത് വളർത്തിയെടുത്തിട്ട് എവിടെയാണോ ആവശ്യം അങ്ങോട്ടേക്ക് സപ്ലൈ ചെയ്യും. ഇറാനെ സംബന്ധിച്ച് അങ്ങനെയല്ല, ബ്രാഞ്ചുകൾ തുറക്കുകയാണ്. സിറിയയിൽ ഒരു ബ്രാഞ്ച് തുറന്നു, അസദിനെ അവർ അധികാരത്തിലേറ്റി. ലെബനൻ ക്രിസ്തീയ രാജ്യമായിരുന്നു, ആ ലെബനനിൽ നിന്ന് ഈ ഹിസ്ബുള്ള അവരുടെ ഒരു വലിയ പ്രദേശം പിടിച്ചെടുത്ത് അവരുടെ അണ്ടറിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പം അവിടെ അവരൊരു ബ്രാഞ്ച് തുടങ്ങിയിരിക്കുന്നു. അത് ഒരു ക്യാപ്ചറിങ് മോഡലിലേക്കാണ് അത് പോകുന്നത് അവിടെ. അതാണ് ഇസ്രായേൽ പറയുന്നതും. ഈ രണ്ടാമത്തെ കാര്യം, ഇറാനും ഇസ്രായേലും മാത്രമായിട്ടല്ല തർക്കമുള്ളത്. ഇറാനും ഈ മിഡിൽ ഈസ്റ്റിൽ കിടക്കുന്ന രാജ്യങ്ങളുമായിട്ടെല്ലാം ഉടക്കാം. ഇതിനകത്ത് ഇവർ ഈ അടുത്ത കാലത്താണ് ഇറാൻ പിന്നെ ഇങ്ങനെ എന്താ പറയുന്നത്, കുറച്ച് ക്ഷീണിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇവരുമായിട്ടൊക്കെ ഇപ്പോൾ രമ്യതയിൽ പോകുന്നത്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല ഇറാന്റെ എന്തുകൊണ്ടാണ് ഇവരെല്ലാം അറ്റാക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചെറിയ പുള്ളികളല്ല, അവർക്ക് ഇപ്പൊ ഇച്ചിരി ദാരിദ്ര്യം ഉണ്ടെന്നേ ഉള്ളൂ. ഒരു അല്പമൊക്കെ തിന്നു കൊഴുത്തു കഴിഞ്ഞാൽ അവർ അത്യാവശ്യം അതിനൊക്കെ പിന്നിൽ നിൽക്കുന്നത് ഈ ഖമേനിയാണ് എന്നാണ് എല്ലാവരും ഉറച്ച് വിശ്വസിക്കുന്നത്. കാരണം അവിടെ ഈ പെഷസ്കിയാൻ അടക്കമുള്ള ഒരു പുരോഗമനവാദികളായിട്ടുള്ള സർക്കാർ, നമുക്കറിയാം സൗദിയൊക്കെ ഇപ്പൊ എന്തുമാത്രം മാറിപ്പോയി, ഒരുപാട് അഡ്വാൻസ് ആയിട്ട് എല്ലാ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും പോകുമ്പോൾ ഈ മുമ്പ് നമുക്ക് ഇറാഖ് ആയിരുന്നു ഒരു തലവൻ, പക്ഷെ എനിക്ക് തോന്നുന്നു സദാം ഹുസൈൻ ഇതിലും മിടുക്കനായിട്ടൊരു ഭരണാധികാരി ആയിരുന്നു എനിക്ക് തോന്നുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കുകയും കുറച്ച് പുരോഗമനപരമായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഖമേനി അങ്ങനെയല്ല, അവരുടെ അണ്ടറിലേക്ക് ഒരു കൃത്യമായ ഒരു മതരാഷ്ട്രം സൃഷ്ടിച്ചെടുക്കുക, ഒരു 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 എന്താ പറയുന്നത്, ഭയങ്കരമായ ഒരു രാഷ്ട്രം സൃഷ്ടിച്ചെടുക്കുന്ന രീതിയിലാണ്. ഇതാണ് അതിന്റെ ഉത്തരം. ശരി, വളരെ ക്ലിയർ ആയിട്ടുള്ള ഉത്തരം. താങ്ക് യു ബിജു ചേട്ടാ, താങ്ക് യു സോ മച്ച്.